ദേ മോള. സ്പീക്കർ ഇട്ടാ മതി. ഹലോ ഹലോ ഫിദ മാഡം. ഫിദ മാഡത്തിന് ശ്യാമ മാഡത്തിന് നന്നായിട്ട് അറിയാവുന്നല്ലേ? ശ്യാമ മാഡത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഫിദ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടാവല്ലോ. അഖിൽ സാറിന്റെ ശ്യാമ മാഡത്തിന്റെയും കുഞ്ഞിന് എന്താ സംഭവിച്ചത്? ആ കുഞ്ഞ് എവിടെയുണ്ട്? അത് ശ്യാമ മാഡത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എനിക്കൊരു സ്വസ്ഥതയില്ല. ആ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് അറിയണം മാഡം. ശ്യാമ മാഡം എന്താ പറഞ്ഞിട്ടുള്ളത്? മോളെ, ഞാനും ശ്യാമ മാഡവും പരിചയക്കാരാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. TV കണ്ടപ്പോഴാണ് ഞാനും കുഞ്ഞിന്റെ കാര്യം അറിയുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അതറിയാൻ പറ്റുമോ? ഇല്ലെങ്കിലും എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല മാഡം. അങ്ങനെ ആരെയും എനിക്കറിയില്ല. എന്തായാലും അടുത്ത ദിവസം ശ്യാമ തന്നെ ബാക്കി പറയുമല്ലോ. അതുവരെ മോളൊന്ന് കാത്തിരിക്കുക. എനിക്ക് വല്ലത്തെ കരച്ചിലൊക്കെ വരിക. ശ്യാമ മാഡം കരഞ്ഞപ്പോഴൊക്കെ ഞാൻ കൂടെ കരയുക. എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ശ്യാമ മാഡത്തിനൊന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്തേനെ. ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ആ മതി മാഡം. അതിനിടയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ നോക്കണേ. എനിക്കൊരു മനസ്സമാധാനം കിട്ടാഞ്ഞിട്ട്. ശ്യാമേ, പറഞ്ഞു പോയാലോന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിലക്കിയത്. ആരതിയും വരണമൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തൊക്കെ കളങ്ങളെ എൻ്റെ മോളോട് ഞാൻ പറയുന്നത് അല്ലേ എടുത്തി? തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയല്ലല്ലോ. എല്ലാം അവൾക്ക് വേണ്ടി തന്നെയല്ലേ? എല്ലാം അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യമുണ്ട്. ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ രാധികയുടെ മനസ്സ് വല്ലാതെ ഇളകിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. ഇപ്പൊ അവള് വിളിച്ചത് ആ കുഞ്ഞ് അവളാണോന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. അതവളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒടുവിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അമ്മയെ തേടി അവള് വരും. അതുറപ്പാ. വിരൽ തുമ്പ് പിടിച്ചു നിൽക്കുന്നവൾക്ക് മുമ്പിൽ തിരിച്ചറിവിന് വേണ്ടി വേറൊരു നാടകം. ഇത്രയും ഗതികെട്ടൊരമ്മ വേറൊരിടത്തും ഉണ്ടാവില്ല. പോട്ടെ ശ്യാമേ, എല്ലാം അവസാനിക്കുന്നതിന് മുമ്പുള്ള ഒരു കൊട്ടിക്കലാശമായിട്ട് കണ്ടാ മതി. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അമ്മയും മകളും തന്നെയാവും.